നമസ്കാരം. പോയ വാരം ക്രൈസ്തവ സഭാ ലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആത്മാർത്ഥമായ കുമ്പസാരവും ദിവ്യകാരുണ്യ ഭക്തിയും പൈശാചിക ശക്തിയെ നിർവീര്യമാക്കുമെന്ന് പ്രശസ്ത ഭൂതോച്ചാടകനായ ഫാദർ വിൻസെന്റ് ലാംബർട്ടിൻ്റെ വാക്കുകൾ പോയ വാരത്തിൽ ക്രൈസ്തവ സഭാലോകം ചർച്ച ചെയ്തു. അണുവായുധങ്ങളും യുദ്ധോപകരണങ്ങളും വെഞ്ചരിക്കുന്നത് അവസാനിപ്പിക്കുവാനുള്ള റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ തീരുമാനവും ലോകജനതയെ മുൾമുനയിൽ നിർത്തുന്ന കൊറോണ വൈറസിനെ ചെറുക്കാൻ ചൈനയ്ക്ക് 6 ലക്ഷം സുരക്ഷാ മാസ്കുകൾ സംഭാവന ചെയ്ത വത്തിക്കാനെക്കുറിച്ചുള്ള വാർത്തകളും പോയ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. കോട്ടയം അതിരൂപതയിലെ കടുത്തുരുത്തി സെൻറ് മേരീസ് ഫൊറോനോ വലിയ പള്ളി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായി പ്രഖ്യാപിച്ചതും നമ്മുടെ കുഞ്ഞുങ്ങളെ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കലിൻ്റെ വാക്കുകളും പോയ വാരത്തിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു. ഈ വിശേഷങ്ങളൊക്കെയാണ് ഇത്തവണ ചർച്ച് ബീറ്റ്സ് പങ്കുവയ്ക്കുന്നത്. ആത്മാർത്ഥമായ കുമ്പസാരവും ദിവ്യകാരുണ്യ ഭക്തിയും പൈശാചിക ശക്തിയെ നിർവീര്യമാക്കുമെന്ന് വെളിപ്പെടുത്തലുമായി പ്രശസ്ത ഭൂതോച്ചാടകനായ ഫാദർ വിൻസെന്റ് ലാംബർട്ട് വാഷിംഗ്ടണിലെ ഇന്ത്യാനയിലെ മദർ ഓഫ് ദി റെഡീമർ റിട്രീറ്റ് സെൻറ്ററിൽ ആധുനിക കാലഘട്ടത്തിൽ ഭൂതോച്ചാടനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നടന്ന പ്രഭാഷണ പരമ്പരയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ആത്മാർത്ഥമായ കുമ്പസാരവും വിശുദ്ധ കുർബാനയിലെയും ദിവ്യകാരുണ്യ ആരാധനയിലെയും സജീവമായ പങ്കാളിത്തവും വിശുദ്ധ കുർബാന സ്വീകരണവും സാത്താന്റെ ശക്തിയെ നിർവീര്യമാക്കുമെന്ന് സുപ്രസിദ്ധ അമേരിക്കൻ ഭൂതോച്ചാടകനായ ഫാദർ വിൻസെന്റ് ലാംബർട്ട് വ്യക്തമാക്കി. വാഷിംഗ്ടണിലെ മദർ ഓഫ് ദി റെഡീമർ റീട്രീറ്റ് സെന്ററിൽ ആധുനിക കാലഘട്ടത്തിൽ ഭൂതോച്ചാടനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ആധുനിക സഭയിൽ ഭൂതോച്ചാടകനുള്ള പ്രസക്തിയെക്കുറിച്ചും നടത്തിയ പ്രഭാഷണ പരമ്പരയിലാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയത്. മാനവ സംസ്കൃതിയെ ആക്രമിച്ച് കീഴടക്കുക എന്നതാണ് സാത്താന്റെ മുഖ്യ ലക്ഷ്യമെന്നും തിന്മയോടുള്ള ആകർഷണത്തെ ദൈവത്തോടുള്ള ആകർഷണമാക്കി മാറ്റുവാൻ ശ്രമിക്കണമെന്നും ഇന്ത്യാനപ്പോളിസ് അതിരൂപതയുടെ ഔദ്യോഗിക ഭൂതോച്ചാടകൻ കൂടിയായ ഫാദർ വിൻസെന്റ് പറയുന്നു. പിശാച് നുണയും വഞ്ചനയും കൊണ്ട് നമ്മെ ശരിയായ പാതയിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നു. നിങ്ങൾ മരിക്കുകയില്ലെന്നും ദൈവത്തെ പോലെയാകണമെന്നുമുള്ള കുടില വാഗ്ദാനങ്ങൾ നൽകുന്നു. ഭയം ഭാവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാലാണ് ഭയത്തെ അകറ്റി നിർത്തുവാൻ ബൈബിളിൽ 300 പ്രാവശ്യത്തോളം പറഞ്ഞിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പിശാചിന്റെ വിഭജനം ദൈവം നൽകുന്ന സൗഖ്യത്തിനും അനുരഞ്ജനത്തിനും ഏകീകരണത്തിനും എതിരാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. പിശാചിന്റെ വിഭജനം നമ്മെ മയക്കുമരുന്ന്, അശ്ലീലം തുടങ്ങിയവയുടെ അടിമത്തത്തിലേക്ക് നയിക്കുന്നു. അനുഗ്രഹീതയായതിനാൽ പരിശുദ്ധ കന്യകാമറിയത്തെ തൊടുവാൻ സാത്താന് കഴിയുകയില്ലെന്ന കാര്യവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അണുവായുധങ്ങളും യുദ്ധോപകരണങ്ങളും വെഞ്ചരിക്കുന്നത് അവസാനിപ്പിക്കുവാൻ തീരുമാനവുമായി റഷ്യൻ ഓർത്തഡോക്സ് സഭ. സഭയുടെ തീരുമാനത്തിന് പിന്തുണയും ആശംസകളുമായി നിരവധി ക്രൈസ്തവ സംഘടനകളാണ് രംഗത്ത് വന്നിരിക്കുന്നത്. മാനവ സമൂഹത്തിന് തന്നെ ഭീഷണിയായ ആണവായുധങ്ങളും ഇതര യുദ്ധോപകരണങ്ങളും വെഞ്ചരിക്കുന്നത് അവസാനിപ്പിക്കുവാൻ റഷ്യൻ ഓർത്തഡോക്സ് സഭ ഒരുങ്ങുന്നു. ഇത് സംബന്ധിച്ച കരടുരേഖ ഫെബ്രുവരി 3 റഷ്യൻ സഭ പുറത്തിറക്കി. പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ, മനുഷ്യരുടെ നാശത്തിനോ മരണത്തിനോ കാരണമാകുന്ന ആയുധങ്ങൾ എന്നിവ ആശീർവദിക്കുന്നതിൽ നിന്നും വൈദികർ പിൻവാങ്ങണമെന്നാണ് കരടുരേഖയിലെ നിർദ്ദേശം. വ്ളാഡിമിർ പുടിൻ നയിക്കുന്ന ഭരണകൂടവുമായി റഷ്യൻ സഭ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. ക്രിസ്തീയ വിശ്വാസത്തെ രാജ്യത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ചേർത്ത് പിടിക്കുന്ന സർക്കാർ തോക്കുകൾ, ആണവായുധങ്ങൾ, റോക്കറ്റ് അടക്കമുള്ളവ വൈദികരെ പ്രത്യേകം ക്ഷണിച്ച് വെഞ്ചരിപ്പിക്കാറുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ആഗോള സമാധാനം മുന്നിൽ കണ്ട് ആയുധങ്ങൾ വെഞ്ചരിക്കുന്ന നടപടിയിൽ നിന്ന് സഭാ നേതൃത്വം പിന്മാറുന്നത്. ബീഹാറിലെ ഗ്രാമങ്ങളിൽ രോഗികളെ ചികിത്സിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയാണ് സിസ്റ്റർ ക്രസൻസിയയും മറ്റ് സഹോദരിമാരും. സർക്കാരിൽ നിന്നും വളരെ പരിമിതമായ സഹായങ്ങളെ ലഭിക്കുന്നുള്ളൂവെന്ന് ഇവർ പറയുന്നു. പാമ്പുകടിയേറ്റ് വരുന്നവർക്കുള്ള ചികിത്സയും പരിമിതമാണിവിടെ. സിസ്റ്റർ ക്രസൻസിയും ഒപ്പമുള്ള സഹോദരിമാരും മിഡ്വൈഫറി സേവനം മുതൽ പാമ്പുകടിയേറ്റവർക്ക് ആന്റിവനം ചികിത്സ വരെ നൽകുന്നുണ്ട്. വിഷപ്പാമ്പുകളുടെ കടിയേറ്റുള്ള അപകടം വ്യാപകമാണെന്ന് RNDM മിഷണറിയായ സിസ്റ്റർ ക്രസൻസിയെ പറയുന്നു. I worked in another place in Bihar, in North India, where we have a snake bite clinic. In this place, many people are bitten by poisonous snakes such as cobra, vipers, Russell vipers, and kite, to name a few.
As you know, Hindus worship snake, so they do not kill them even when they become victims of snake bites. സിസ്റ്റർ ക്രെസൻസിയയും ഒപ്പമുള്ളവരും ബീഹാറിലെ ചികിത്സാ സംവിധാനങ്ങൾ തീരെ കുറഞ്ഞ ഗ്രാമങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ഇവരുടെ കോൺഗ്രിഗേഷൻ 98,000 രോഗികളെ ചികിത്സിക്കുന്നുണ്ട്. വിലയേറിയ വിഷചികിത്സാ മരുന്നുകൾ ദുർലഭമായാണ് ലഭിക്കുന്നത്. People in the villages are poor. They cannot afford to pay for medicines and costly injections like antivenom. And we are not in a position also to give free treatment because we don't have enough funds. ചികിത്സാ പരിമിതികൾ പോലെ തന്നെ നിരക്ഷരതയാണ് മറ്റൊരു പ്രശ്നമാകുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയൊരു ക്ലിനിക് ഇവിടെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 800 അമ്മമാരാണ് ഇവിടെയുള്ളത്. അവരെ ശാക്തീകരിക്കുന്നതിന് വിദ്യാഭ്യാസവും ചെറിയ ജോലികളും നൽകുകയും അതോടൊപ്പം അവരുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യപരിപാലനവും മെച്ചപ്പെട്ട കരുതലും വിദ്യാഭ്യാസ സഹായവും നൽകാൻ സിസ്റ്റർ ക്രെസൻസിയ പരിശ്രമിക്കുന്നുണ്ട്. സർക്കാർ സഹായം പരിമിതമായതിനാൽ സ്ഥിതിഗതികൾ ഈ ഗ്രാമത്തിൽ രൂക്ഷമാണ്. From the government side, we did not get much help except the regular immunizations and some vitamins for the antenatal mothers and also vitamin A for the children. 99% ആളുകളും ചികിത്സയോട് വിമുഖത കാണിക്കുകയാണ് ഇവിടെ. 30 വർഷത്തിലേറെയായി ഈ ഉൾനാടൻ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുന്ന സിസ്റ്റർ ക്രെസൻസിയയ്ക്ക് വലിയ കാര്യങ്ങളാണ് തങ്ങൾ ചെയ്യുന്നതെന്ന ഭാവമൊന്നുമില്ല. കാരുണ്യപ്രവർത്തികൾ ചെയ്യാൻ വിശുദ്ധ മദർ തെരേസയുടെ ജീവിതമാണ് തനിക്ക് പ്രചോദനമേകിയതെന്നും സിസ്റ്റർ പറയുന്നു. ലോക ജനതയെ മുൾമുനയിൽ നിർത്തുന്ന കൊറോണ വൈറസിനെ ചെറുക്കാൻ ചൈനയ്ക്ക് 6 ലക്ഷം സുരക്ഷാ മാസ്കുകൾ സംഭാവന ചെയ്ത് വത്തിക്കാന്റെ നന്മ പ്രവർത്തിക്ക് ആശംസകൾ നേർന്ന് നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രതികരിച്ചത്. ഇറ്റലിയിലെ വത്തിക്കാൻ ഫാർമസിയും ചൈനീസ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളും സംയുക്തമായാണ് മാസ്ക് ശേഖരണം നടത്തിയത്. ചൈന ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായ മാസ്കുകളുടെ അപര്യാപ്തത പരിഹരിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമാണ് വത്തിക്കാന്റെ ഈ നടപടി. പകർച്ചവ്യാധിയുടെ പ്രഭവ കേന്ദ്രമായ വുഹാൻ, സെജിയാങ്, ഫുജിയാൻ എന്നിവിടങ്ങളിലേക്ക് വത്തിക്കാനിൽ നിന്നുള്ള മാസ്കുകൾ ചൈന സദേൺ എയർലൈൻസ് സൗജന്യമായി എത്തിച്ചു നൽകി. പാപ്പയുടെ ജീവകാരുണ്യ സംരംഭങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന കർദിനാൾ കോൺറാഡ് ക്രെജവ്സ്കി, വത്തിക്കാൻ ഫാർമസി ഡയറക്ടറും മലയാളിയുമായ ഫാദർ തോമസ് ബിനീഷ്, പൊന്തിഫിക്കൽ ഉർബേനിയൻ കോളേജ് വൈസ് റെക്ടർ ഫാദർ വിൻസെൻസോ ഹാൻഡുവോ എന്നിവരാണ് പദ്ധതിക്ക് ചുക്കാൻ പിടിച്ചത്. തൻ്റെ 3 മക്കളുടെ ജീവൻ കവർന്ന മദ്യപാനിയായ ട്രക്ക് ഡ്രൈവർക്ക് മാപ്പ് നൽകിയ ലീല അബ്ദുള്ള എന്ന കത്തോലിക്ക വിശ്വാസിയായ അമ്മ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ശനിയാഴ്ചയായിരുന്നു ഓസ്ട്രേലിയയെ നടുക്കിയ കാർ അപകടം. സിഡ്നിയിലെ ഓട്ട്ലാൻഡ്സ് ഗോൾഫ് ക്ലബിന് സമീപത്തുള്ള ബെട്ടിംഗ്ടൺ റോഡിലൂടെ നടന്നു പോകവേ ലീല അബ്ദുള്ളയുടെ 3 മക്കൾ ഉൾപ്പെടെ 4 കുട്ടികളെ സാമുവൽ ഡേവിഡ്സൺ എന്നയാളുടെ ട്രക്ക് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ലീല അബ്ദുള്ളയുടെ മക്കളായ ആന്റണി, ഏഞ്ചലീന, സിയന്ന എന്നിവർക്കൊപ്പം അവരുടെ ബന്ധുവായ ഒരു കുട്ടി കൂടി അപകടത്തിൽ കൊല്ലപ്പെട്ടു. അപകട സമയത്ത് സാമുവൽ ഡേവിഡ്സൺ അമിതമായി മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച ദിവസം അപകടം നടന്ന സ്ഥലത്ത് ലീല അബ്ദുള്ള എത്തി തന്റെ മക്കൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജപമാലയും കയ്യിലേന്തി പ്രാർത്ഥിക്കുന്ന കാഴ്ച അവിടെ കൂടി നിന്നവരെ കണ്ണീരിലാഴ്ത്തി. മക്കളുടെ മരണത്തിന് കാരണക്കാരനായ ഡ്രൈവർക്ക് മാപ്പു നൽകുന്നുവെന്നും ലീല അബ്ദുള്ള പറഞ്ഞു. മക്കളുടെ മരണവാർത്ത അറിഞ്ഞതിനു ശേഷം ദൈവത്തിൽ നിന്നാണ് ശക്തി സ്വീകരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. മറ്റെന്തിനേക്കാളും ആത്മീയത മക്കൾക്ക് പകർന്നു നടക്കാനാണ് താനും ഭർത്താവും ശ്രമിച്ചിട്ടുള്ളത്. കുട്ടികളെ ബൈബിൾ വായിക്കാനും ജപമാല ചൊല്ലാനും വിശ്വാസം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും മക്കളെ പരിശീലിപ്പിക്കുമായിരുന്നുവെന്നും ഇറാനിയൻ വംശജയായ ലീല അബ്ദുള്ള പറഞ്ഞു. ഗർഭസ്ഥ ശിശുഹത്യക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത്. സമയം വൈകിയുള്ള ഗർഭസ്ഥ ശിശുഹത്യ നിരോധിക്കണമെന്നും ജീവൻ ദൈവത്തിന്റെ ദാനമാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. വാഷിംഗ്ടണിലെ ക്യാപിറ്റോൾ ഹില്ലിൽ നടന്ന സ്റ്റേറ്റ് ഓഫ് ദി യൂണിയന്റെ വാർഷിക പ്രസംഗത്തിലാണ് ഗർഭസ്ഥ ശിശുഹത്യക്കെതിരെയുള്ള നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും വ്യക്തമാക്കിയത്. വൈകിയുള്ള ഗർഭസ്ഥ ശിശുഹത്യ നിരോധിക്കുവാൻ കോൺഗ്രസ് അംഗങ്ങളോട് ട്രംപ് അഭ്യർത്ഥിച്ചു. ഓരോ ജീവനും ദൈവത്തിന്റെ വിശുദ്ധ സമ്മാനമാണെന്ന കാര്യം നാം അംഗീകരിക്കണം. 2017 കാൻസാസ് സിറ്റിയിലെ സെന്റ് ലൂക്ക് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ വളർച്ചയെത്താതിരുന്ന ഗർഭസ്ഥ ശിശുവിനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന സംഭവത്തെക്കുറിച്ചും ട്രംപ് വിവരിച്ചു. വെറും 21 ആഴ്ചയും 6 ദിവസവും പ്രായമുള്ളപ്പോൾ തൂക്കം കുറഞ്ഞ കുഞ്ഞ് ഡോക്ടർമാരുടെ കഴിവും മാതാപിതാക്കളുടെ പ്രാർത്ഥനയും കാരണം ജീവിതത്തിലേക്ക് വന്നു. എല്ലി ഷ്നീഡർ എന്ന കുഞ്ഞിന്റെ കാര്യമാണ് അദ്ദേഹം പരാമർശിച്ചത്. ഇന്ന് 2 വയസ്സ് പ്രായമുള്ള എല്ലി പൂർണ്ണ ആരോഗ്യവതിയാണ്.
ഓരോ കുഞ്ഞും ജീവിതത്തിലെ ഓരോ അത്ഭുതങ്ങളാണെന്ന കാര്യം എല്ലി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ട്രംപ് സംസാരിക്കുമ്പോൾ എല്ലിയും അമ്മയും സദസ്സിലുണ്ടായിരുന്നു. നിറകണ്ണുകളോടെയാണ് അവർ പ്രസിഡന്റിന്റെ വാക്കുകൾ ശ്രവിച്ചത്. എല്ലി ജനിച്ച ആശുപത്രിയിൽ ഇതേ രീതിയിൽ പിറന്ന 50% കുട്ടികളും ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. എല്ലിയെപ്പോലെ ജീവിക്കുവാൻ ഓരോ കുട്ടിക്കും അവകാശമുണ്ട്. അതുകൊണ്ടാണ് നിയോനാറ്റൽ ഗവേഷണങ്ങൾക്കായി $5 കോടി കൂടി വകയിരുത്തണമെന്ന് കോൺഗ്രസിനോട് താൻ ആവശ്യപ്പെടുന്നതെന്നും ട്രംപ് പറഞ്ഞു. ഇന്റർനാഷണൽ പ്ലാൻ പാരന്റ്ഹുഡ് പോലെയുള്ള അബോർഷൻ അനുകൂല സംഘടനകൾക്കുള്ള വിദേശ സഹായങ്ങൾ നിർത്തണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. അധികാരമേറ്റ നാൾ മുതലുള്ള ട്രംപിന്റെ പ്രോലൈഫ് കാഴ്ചപ്പാടുകളുടെ ഒടുവിലത്തെ പ്രകടനമായിരുന്നു സ്റ്റേറ്റ് ഓഫ് ദി യൂണിയൻ പ്രസംഗം. കഴിഞ്ഞ മാസം നടന്ന മാർച്ച് ഫോർ ലൈഫ് റാലിയിൽ പങ്കെടുത്ത ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ആണവായുധങ്ങളുടെ നിയന്ത്രണത്തിനായി യുഎസിനോടും റഷ്യയോടും സമാധാന ചർച്ചകൾ നടത്തി വത്തിക്കാൻ. സമഗ്ര മാനവിക വികസനത്തിനായുള്ള വത്തിക്കാൻ വിഭാഗത്തിലെ അംഗമായ ആർച്ച് ബിഷപ്പ് സിൽവാനോ തോമസിയാണ് ഇക്കാര്യം അറിയിച്ചത്. വത്തിക്കാന്റെ പിന്തുണയോടെ റഷ്യയിലെയും യുഎസിലെയും ഒരു വിഭാഗം വിദഗ്ധരുടെ സംഘവുമായുള്ള സമാധാന സംഭാഷണങ്ങൾ പുരോഗമിക്കുന്നതായി ആർച്ച് ബിഷപ്പ് സിൽവാനോ തോമസി വ്യക്തമാക്കി. വാഷിംഗ്ടൺ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഗ്ലോബൽ പ്രയോറിറ്റീസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലാണ് ചർച്ചകൾ നടക്കുന്നത്. 2019 2 യോഗങ്ങൾ റോമിൽ നടന്നതായും അടുത്ത ചർച്ചകൾ മോസ്കോയിൽ ഏപ്രിൽ മാസം നടത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ആണവയുദ്ധ നിർമ്മാണത്തിന് ഫണ്ടുകൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും മാനവിക വികസനത്തിനുമായി തിരിച്ചുവിടുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. 2021 ഫെബ്രുവരി 5 കാലഹരണപ്പെടുന്ന ആയുധ നിയന്ത്രണ കരാറിന്റെ കാലാവധി 5 വർഷം കൂടി ദീർഘിപ്പിക്കാനുള്ള ഉദ്യമങ്ങളുടെ ഭാഗമാണ് വത്തിക്കാന്റെ ഈ സമാധാന ചർച്ചകൾ. ഓരോ കുടുംബത്തിലെ അംഗങ്ങളായ മനുഷ്യരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് ക്രൈസ്തവ ധർമ്മമാണെന്നും ആർച്ച് ബിഷപ്പ് വ്യക്തമാക്കി. തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയാൻ വിമുഖത കാണിക്കുന്ന നൈജീരിയ ഉൾപ്പെടെ 6 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് അമേരിക്ക യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തി. തീവ്രവാദ ആക്രമണങ്ങൾ കൊണ്ട് ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന നൈജീരിയയ്ക്ക് പുറമെ സുഡാൻ, ടാൻസാനിയ, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളാണ് പട്ടികയിലുള്ളത്. തീവ്രവാദി ആക്രമണങ്ങൾ തുടരുന്ന നൈജീരിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തീവ്രവാദികളോട് മൃദു സമീപനം സ്വീകരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്ക കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയാൻ അമേരിക്ക മുന്നോട്ടുവെച്ച മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ 6 രാജ്യങ്ങളും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പുതിയ നടപടികളെന്ന് ആക്ടിംഗ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ചാഡ് വോൾട്ട് പറഞ്ഞു. നൈജീരിയ, സുഡാൻ, എരിത്രിയ, ടാൻസാനിയ, കിർഗിസ്ഥാൻ, മ്യാൻമർ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. 2018 അമേരിക്ക ഏറ്റവും കൂടുതൽ ഇമിഗ്രേഷൻ വിസ നൽകിയ രാജ്യമാണ് നൈജീരിയ. 8,000-ലേറെ പേർക്കാണ് 2018 വിസ നൽകിയത്. നൈജീരിയയിൽ തീവ്രവാദി സംഘങ്ങൾ തുടർച്ചയായി ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ പ്ലാറ്റുവിൽ 32 പേരെ ഫുലാനി തീവ്രവാദികൾ കൊലപ്പെടുത്തിയിരുന്നു. വിശ്വാസത്തെ പ്രതി കൊല്ലപ്പെടുന്നവരുടെ നിരക്കിൽ 2ാം സ്ഥാനത്താണ് നൈജീരിയ. പുതിയ നിയന്ത്രണമനുസരിച്ച് ഈ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സ്ഥിരതാമസത്തിനുള്ള വിസയാണ് തടയപ്പെട്ടിരിക്കുന്നത്. അതേസമയം വിനോദസഞ്ചാരികൾക്കുള്ള വിസകൾക്ക് നിയന്ത്രണമുണ്ടാകില്ല. ഫെബ്രുവരി 22 മുതൽ നിയന്ത്രണം പ്രാബല്യത്തിലാകും. മുതിർന്നവർക്ക് സഭയിലും കുടുംബത്തിലുമുള്ള ദൈവദത്തമായ പങ്കും കടമയും വിശദീകരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ മുതിർന്നവരുടെ പരിചരണാർത്ഥമുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പാപ്പ. ജാതിമത ഭേദമെന്നേ എല്ലാ മനുഷ്യരുടെയും ജീവിതയാത്രയിൽ കണ്ടെത്തുന്ന അമൂല്യ നിധിയാണ് വാർദ്ധക്യമെന്ന് പാപ്പ പറഞ്ഞു. ദീർഘായുസ് ദൈവദാനമാണെന്ന് വിശേഷിപ്പിച്ച പാപ്പ വയോധികരിലൂടെ ദൈവം സഭയിലും കുടുംബത്തിലും ചൊരിയുന്ന അനുഗ്രഹങ്ങളെപ്പറ്റിയും വിശദീകരിച്ചു. യുവതലമുറയ്ക്ക് വിശ്വാസത്തിലും മൂല്യങ്ങളിലും പരിശീലനം നൽകുന്നതിൽ മുതിർന്നവർക്കുള്ള പങ്ക് പാപ്പ വിവരിച്ചു. വൃദ്ധരും കുഞ്ഞുങ്ങളും സഭയുടെ ഭാവി നിർണ്ണയിക്കുന്നവരാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. മുഖത്ത് പുഞ്ചിരിയും കയ്യിൽ സുവിശേഷവുമായി പ്രായമായവരെ ശുശ്രൂഷിക്കുകയും കരുതുകയും ചെയ്യണമെന്നും പാപ്പ അനുസ്മരിപ്പിച്ചു. അനേകം വർഷങ്ങളുടെ സമ്പന്നത എന്ന പേരിൽ വത്തിക്കാനിൽ ഒത്തുചേർന്ന സമ്മേളനത്തിന്റെ സമാപന ദിനത്തിലാണ് പാപ്പ ഇക്കാര്യം വ്യക്തമാക്കിയത്. കോട്ടയം അതിരൂപതയിലെ കടുത്തുരുത്തി സെന്റ് മേരീസ് ഫൊറോന പള്ളി മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായി പ്രഖ്യാപിച്ചു. പൗരസ്ത്യ സഭകളിൽ ദേവാലയത്തിന് നൽകുന്ന ഏറ്റവും വലിയ പദവിയാണ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവി.
സീറോ മലബാർ സഭയിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയ പദവി ലഭിച്ച രണ്ടാമത്തെ ദേവാലയമാണ് കടുത്തുരുത്തി വലിയ പള്ളി. സീറോ മലബാർ സഭ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചാൻസലർ ഫാദർ വിൻസെന്റ് ചെറുവത്തൂരാണ് വലിയ പള്ളിയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് വായിച്ചത്. തുടർന്ന് പള്ളിയുടെ കരിങ്കൽ കുരിശിന് ചുവട്ടിൽ വെച്ചാണ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കടുത്തുരുത്തി വലിയ പള്ളിയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയമായി പ്രഖ്യാപിച്ചത്. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിന്റെ വികാരിയായി ഫാദർ അബ്രഹാം പറമ്പേട്ടിനെയും നിയമിച്ചു. ഏവർക്കും അനുഗ്രഹമേകുന്ന ആശയകേന്ദ്രമായി കടുത്തുരുത്തി വലിയ പള്ളി മാറട്ടെയെന്ന് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആശംസിച്ചു. തുടർന്ന് നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്ക് കോട്ടയം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് മുഖ്യകാർമ്മികത്വം വഹിച്ചു. കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ, വികാരി ജനറൽ മോൺസിഞ്ഞൂർ മൈക്കിൾ വെട്ടിക്കാട്ട്, വലിയപള്ളി വികാരി ഫാദർ എബ്രഹാം പറമ്പേട്ട്, ഫാദർ മൈക്കിൾ നെടുന്തുരുത്തി പുത്തൻപുരയിൽ, രൂപതയിലെ വൈദികരും സന്യസ്തരും വിശ്വാസികളും ഉൾപ്പെടെ നിരവധി പേരാണ് ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയത്. ഏതു സമുദായത്തിൽപ്പെട്ടതായാലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. സർക്കാർ ഇക്കാര്യത്തിൽ സത്വരമായ നടപടി സ്വീകരിക്കണമെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. സീറോ മലബാർ സഭ സിനഡ് പുറത്തിറക്കിയ സർക്കുലറിൽ പ്രതികരിക്കുകയായിരുന്നു ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ. ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണ വെളിവാക്കുന്ന പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്നും ബിഷപ്പ് വ്യക്തമാക്കി. ഏത് സമുദായമായാലും നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കുണ്ടെന്നും ബിഷപ്പ് പറഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ടതാണെങ്കിലും ഒരു ഭീകര പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ അനുവദിക്കാൻ പാടില്ല. സർക്കാരുകൾ അക്കാര്യത്തിൽ സത്വരമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബങ്ങളെയാണ് നമുക്ക് പിതാക്കന്മാരെന്ന നിലയിൽ അക്കാര്യത്തിൽ അറിയിപ്പ് കൊടുക്കാനുള്ളത്, പ്രബോധിപ്പിക്കാനുള്ളത്. ആ ഒരു ധർമ്മമാണ് വാസ്തവത്തിൽ സീറോ മലബാർ സഭയുടെ സിനഡ് പിതാക്കന്മാർ നിർവഹിച്ചിരിക്കുന്നത്. അതിനെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുകയും അതിനെ വളരെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുകയും ഇത് മതസ്പർദ്ധ വളർത്തുന്ന ഒരു പ്രസ്താവനയാണെന്ന് പറയുകയും ചെയ്യുന്നത് അടിസ്ഥാനരഹിതമാണ്. കാരണം നമ്മുടെ സ്ഥാപനങ്ങളിൽ, ഇപ്പോൾ കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, ക്രിസ്തീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരിക്കലും നമ്മൾ നിർബന്ധിച്ച് ഏതെങ്കിലും മതവിഷയങ്ങൾ പഠിപ്പിക്കുകയോ അങ്ങനെ ഒരു പ്രചരണം നടത്തുകയോ ചെയ്യുന്നില്ല. അത് ചെയ്യാൻ പാടില്ല, ചെയ്യാറുമില്ല. പക്ഷേ അവിടെ വരുന്ന കുഞ്ഞുങ്ങളെ ശരിയായ മൂല്യത്തിലും നീതിബോധത്തിലും ധാർമ്മികതയിലും വളർത്തിയെടുക്കുക എന്നൊരു ധർമ്മം നമുക്കുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കത്തോലിക്ക സഭ അല്ലെ ക്രൈസ്തവ സമൂഹം തുടങ്ങുന്നതിൻ്റെ കാരണം തന്നെ നല്ലൊരു തലമുറയെ നിർമ്മിച്ചെടുത്ത് സമൂഹ നിർമ്മിതി സാധ്യമാക്കുക എന്നുള്ളതാണ്. സിനഡ് സർക്കുലർ ഒരു പ്രത്യേക വിഭാഗത്തിനെതിരാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം നടക്കുന്നതെന്നും ബിഷപ്പ് വ്യക്തമാക്കി. നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള ശ്രമങ്ങൾക്കാണ് കത്തോലിക്ക സഭ നേതൃത്വം നൽകുന്നതെന്ന മാർ ജോസ് പുളിക്കലിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സന്യാസത്തിൻ്റെ തീക്ഷ്ണതയിൽ നിന്നുകൊണ്ട് തന്നെ ചിത്രകലയിലൂടെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തുന്ന യുവസന്യാസിനെക്കുറിച്ച് പറയാതെ പോകാൻ നമുക്കാവില്ല. സമകാലിക പ്രശ്നങ്ങളെ ചിത്രരചനയിലൂടെ ലോകത്തിന് മുന്നിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഫിലിപ്പ് നേരി സന്യാസ സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ സാന്ദ്ര സോണിയ. ഈ റിപ്പോർട്ടോടെ ഈ ആഴ്ചത്തെ ചർച്ച് ബീറ്റ്സ് പൂർണ്ണമാവുകയാണ്. ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം. സേവന സന്നദ്ധതയും കാരുണ്യവും മനുഷ്യത്വവും പ്രകാശിപ്പിക്കുന്നതിനൊപ്പം സാമൂഹിക അവസ്ഥകളോട് ചിത്രരചനകളിലൂടെ പ്രതീകാത്മകമായി പ്രതികരിക്കുകയാണ് ഈ സന്യാസിനി. സാമൂഹിക അവസ്ഥകളോട് തനിക്കുള്ള കാഴ്ചപ്പാട് വ്യക്തമാക്കാൻ പ്രകൃതിയിൽ നിന്നുള്ള പ്രതീകങ്ങളെയാണ് ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രാജ്യം ഇന്ന് നേരിടുന്ന പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള സമകാലിക അവസ്ഥകളോട് പ്രതികരിക്കുന്ന ചിത്രങ്ങൾ വരെ സിസ്റ്ററിന്റെ കയ്യൊപ്പിൽ വിരിഞ്ഞതാണ്. വെള്ളത്തിനു മുകളിൽ മേലാപ്പ് പോലെ കിടക്കുന്ന പ്രതലത്തിൽ ജീവന് വേണ്ടി തുള്ളിക്കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങളെയാണ് പൗരത്വ നിയമം ബാധിക്കുന്ന ജനങ്ങളെ കാണിക്കുവാനായി സിസ്റ്റർ സാന്ദ്ര സോണിയ ചിത്രീകരിച്ചിരിക്കുന്നത്. സമകാലിക വിഷയങ്ങളെക്കുറിച്ചുള്ള തന്റെ അഭിപ്രായം ചിത്രരചനയിലൂടെ പ്രകടിപ്പിക്കുക തന്നെയാണ് തന്റെ ലക്ഷ്യമെന്നും പരിസ്ഥിതിക്കും ജീവജാലങ്ങൾക്കുമാണ് താൻ കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും സിസ്റ്റർ പറയുന്നു. കൂടുതലും എൻ്റെ വർക്കുകളിൽ വരുന്ന സമകാലീന വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള രചനകളാണ്. അത് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ചും എൻ്റേതായ ഒരു അഭിപ്രായം വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ചിത്രങ്ങളിൽ കൂടുതലും നോക്കിയിട്ടുണ്ടെങ്കിൽ ഫിഷിൻ്റെ ഒരു മാതൃക എല്ലാവർക്കും കാണാൻ പറ്റും. അപ്പം അത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളൊരു പ്രേരണ എന്നത് ജലത്തിലാണ് ജീവൻ്റെ ഉത്ഭവം. ആ ജീവൻ എത്തി നിൽക്കുന്നത് മനുഷ്യനിലാണ്. ആ മനുഷ്യൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ ഈ ജലത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു മീൻ്റെ ഒരു പ്രതീകം എടുത്തിരിക്കുന്നത്. കലഹങ്ങൾക്കപ്പുറം മനുഷ്യരെ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയും. അതുപോലെ തന്നെ ജാതി മത വൈവിധ്യങ്ങൾക്കും ആ ചിന്തകൾക്കൊക്കെ അപ്പുറം
എല്ലാവരെയും ഒരു കുടക്കീഴിൽ ഒന്നിപ്പിച്ച് നിർത്താൻ കഴിയുമെന്നുള്ള ഒരു നന്മയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് രൂപപ്പെട്ട കാർപ്പ് എന്ന ആർട്ട് ഗ്രൂപ്പിലെ ഒരു അംഗം കൂടിയാണ് ഞാൻ. പുതുപ്പാടി സെന്റ് ഫിലിപ്പ് നേരി സന്യാസ സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ സോണിയ യൂണിവേഴ്സൽ ആർട്സ് കോളേജ്, തൃപ്പൂണിത്തറ RLV ഫൈൻ ആർട്സ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നാണ് ചിത്രകല അഭ്യസിച്ചത്. ഫെബ്രുവരി 18-ന് കോഴിക്കോട് തിരുവമ്പാടി അൽഫോൻസ കോളേജിൽ നടക്കാനിരിക്കുന്ന തന്റെ അടുത്ത ചിത്രകലാ പ്രദർശനത്തിന്റെ തിരക്കിലാണ് ഈ സന്യാസിനി. തന്റെ ചിത്രരചനയെ പ്രോത്സാഹിപ്പിക്കുവാൻ സെന്റ് ഫിലിപ്പ് നേരി സന്യാസ സമൂഹം പ്രാർത്ഥനയും പിന്തുണയുമായി തനിക്കൊപ്പമുണ്ടെന്നും ഈ യുവസന്യാസിനി പറയുന്നു. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഉമ്മർപോയിൽ സ്വദേശിനിയാണ് സിസ്റ്റർ സാന്ദ്ര.